Hello my dear students, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ആൾറെഡി നമ്മുടെ കുറേ സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തൊരു സംഭവമാണ് എങ്ങനെ നമുക്ക് 24 മണിക്കൂർ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ ആൾറെഡി 12 മണിക്കൂർ പ്ലസ് എങ്ങനെ പഠിക്കാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ 24 മണിക്കൂർ നമുക്ക് എങ്ങനെ നമുക്കൊന്ന് യൂട്ടിലൈസ് ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും തന്നെ എന്താണ് ഇപ്പോൾ ഉള്ളതിനേക്കാളും നല്ല മെച്ചപ്പെടുത്തിയ ഒരു അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഫോളോ ചെയ്യുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു 7 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 7 കാര്യങ്ങളും നിങ്ങൾ ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലൊരു മാറ്റങ്ങൾ വരും. ആദ്യമേ ഞാൻ ചെയ്യുന്നൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഞാൻ എൻ്റെ ദിവസം നേരത്തെ ഞാനൊന്ന് പ്ലാൻ ചെയ്യും. അതായത് പ്ലാൻ ഇൻ അഡ്വാൻസ് നമ്മൾ പറയും. അഡ്വാൻസ് ആയിട്ട് നെക്സ്റ്റ് ഡേ നമ്മളൊന്ന് അഡ്വാൻസ് പ്ലാനിങ്. ഇത് എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ബിഫോർ. ഞാൻ എല്ലാ ദിവസവും കിടക്കുന്നേക്കാൾ മുമ്പ് എന്താണ് ഒരു 10 മിനിറ്റ് സമയം എടുത്തിട്ട് പിറ്റേ ദിവസം എന്തൊക്കെ ഞാൻ ചെയ്യാനുണ്ടെന്ന് നേരത്തെ ഞാൻ പ്ലാൻ ചെയ്യും. അതിൽ നിന്നുള്ള വേരിയേഷൻസ് വളരെ മൈന്യൂട്ട് ആയിരിക്കും. ഒരു 10 to 15% ഒക്കെ വേരിയേഷൻസ് വരും. പക്ഷെ ഒരിക്കലും നമ്മൾ എന്താണ് അതിന് അനുവദിച്ച് കൊടുത്തുകൂടാ. എന്നാൽ ഒരു 10% വേരിയേഷൻസ് ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയൊക്കെ നമുക്ക് അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒന്നാമത്തെ പോയിന്റ് അടുത്ത കുറച്ച് പോയിന്റ്സുമായിട്ട് എന്താണ് കുറച്ച് റിലേറ്റഡ് ആയ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ നാളെ എന്താണ് ചെയ്യാനുള്ളത് പ്ലാൻ ചെയ്യുക. അത് ഒരിക്കലും നമ്മൾ പിറ്റേ ദിവസം എണീറ്റതിന് ശേഷം ആയിരിക്കരുത് പ്ലാൻ ചെയ്യുന്നത്. കാരണം പിറ്റേ ദിവസം എണീക്കുന്നത് തന്നെ ഒരു പ്ലാനിങ്ങിൽ വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ തലേദിവസം ഞാൻ നാളെ രാവിലെ 6 മണിക്ക് എണീക്കും എന്നൊരു ഫസ്റ്റ് പ്ലാനിങ് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ബേസിക് ആയിട്ട് ഫോളോ ചെയ്യുന്ന റൂളാണ്. എൻ്റെ റൂൾ എന്ന രീതിയിലല്ല, 8-8-8 റൂളാണ്. അപ്പോൾ നമ്മുടെ സ്റ്റഡീസിൽ പറയുമ്പോൾ നമുക്കിതിനകത്ത് ശരിക്കും 8-8 എന്ന് പറയുമ്പോൾ 8 സ്റ്റഡീസ്, രണ്ടാമത്തെ 8 നമ്മൾ എന്താണ് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ, പേഴ്സണൽ കാര്യം, പിന്നെ 8 സ്ലീപ്പാണ്. അതിനാൽ നമുക്ക് ഇത് രണ്ടും നമ്മളുടെ സ്റ്റഡീസിന് നമ്മൾ കൊടുക്കുന്നു. പിന്നെ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് മിനിമം ഒരു 6 to 7 hours എങ്കിലും നമ്മൾ എന്താണ് ഉറങ്ങുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ജോബ് ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പോൾ ആൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂർ നിങ്ങളുടെ പോകും. ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂറും കൂടെ പോകും, കാരണം ട്രാവലിങ് അങ്ങനെയൊക്കെ ആയിട്ട്. എന്നാലും മാക്സിമം നിങ്ങൾക്കൊരു 6 hours എന്താണ് നിങ്ങൾക്ക് ഡെഡിക്കേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലൊക്കെ വീട്ടിലെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതിൻ്റെ അനുസരിച്ച് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യണം. അതായത് ഇത്ര മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, എവിടെയും നമ്മളുടെ സമയം എന്താണ് വേസ്റ്റ് ആകുന്നില്ല എന്നുള്ള ഉറപ്പ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പണികൾ നമുക്ക് ചെയ്യാനുണ്ട്. ഉറപ്പായിട്ടും തീർക്കാൻ പറ്റാത്തത്രയും പണിയുണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിയോറിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാണ്, പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ സ്റ്റഡീസിനെ കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നു, ഉറപ്പായിട്ടും നമ്മളുടെ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പോൾ ആദ്യം നിങ്ങളുടെ എക്സാമിനേഷൻ CS, EMS, CS എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുക എന്നതാണെങ്കിൽ എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് നിങ്ങൾക്കത് വേണം. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാകുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാവുള്ളൂ. ഇപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുക. ചിലപ്പോൾ എല്ലാ ദിവസവും എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ ഉറക്കം നമ്മുടെ പ്രയോറിറ്റിയിൽ വരുന്നൊരു കാര്യമാണ്, ഫുഡ് നമ്മുടെ പ്രയോറിറ്റിയാണ്. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള ആക്ടിവിറ്റീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മളുടെ സ്റ്റഡീസ് ആയിരിക്കണം നമുക്ക് പ്രയോറിറ്റിയിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ 3 പോയിന്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലാമത്തെ പോയിന്റ് നമ്മൾ ചെയ്യുന്നത് യൂസ് ടൈം ബ്ലോക്സ് നമ്മൾ പറയും. ഇത് എത്രമാത്രം പ്രാക്ടിക്കലാണെന്ന് പറയാൻ പറ്റില്ല, പറയാൻ മാത്രം കൊള്ളുമോ എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ അങ്ങനെയാണ്. കാരണം ഈ റൂൾ പ്രകാരം പറയുന്നത് 25 minutes വർക്ക്, 5 minutes ബ്രേക്ക് ആണ്. നമുക്കത് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോകും. ബുദ്ധിമുട്ടാണെങ്കിൽ ചിലപ്പോൾ അത് 10 മിനിറ്റ് പോകില്ല. പക്ഷേ കണ്ണിനും നമ്മളുടെ മെമ്മറിക്കും എല്ലാത്തിനും കൂടെ നല്ലൊരു സംഭവമാണ് 25 minutes and 5 minutes റൂൾ. ഇതിപ്പോൾ എൻ്റെ ലൈഫിലാണെങ്കിൽ ഞാൻ അങ്ങനെ പേഴ്സണലി അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷൻ ഇരുന്ന് ചിലപ്പോൾ 1 മണിക്കൂർ അങ്ങോട്ട് പോകും. എന്നാലും നല്ലത് തന്നെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഐ എം ട്രൈങ് ടു ഡു ദാറ്റ്. അത് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഇപ്പോൾ എൻ്റെ കണ്ണിനാണെങ്കിലും എൻ്റെ ബുദ്ധിക്കാണെങ്കിലും എല്ലാം നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം നിങ്ങൾക്കും അത് ഫോളോ ചെയ്യാവുന്നതാണ്, നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയും, ഇത് ഞാനും ചെയ്യുന്നൊരു കാര്യമാണ്, ടേക്ക് കെയർ യുവർ ഹെൽത്ത്. കാരണം ഇത്രയും നമ്മൾ പഠിച്ചിട്ട് അവസാനം നമ്മളുടെ എക്സാമിൻ്റെ ദിവസം
തലവേദന, തലകറക്കം, പനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത്രയും വലിയ വർക്ക് എന്താണ് നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകും. അപ്പം സഫീഷ്യൻ്റ് ഉറക്കം, ആ വാക്ക് ശ്രദ്ധിക്കുക. സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഉറക്കം നമ്മൾ കിട്ടുന്നുണ്ടെന്ന് ഒന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. കൂടുതൽ ഉറക്കം വേണമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ ബോഡി ചിലർക്ക് 4 മണിക്കൂർ മതിയായിരിക്കും, ചിലർക്ക് 6 മണിക്കൂർ. അതുകൊണ്ട് 6 തൊട്ട് 8 മണിക്കൂർ ഉറങ്ങണം എന്നൊരു സംഭവമില്ല. ചിലർക്ക് അത് 8 മണിക്കൂറായിരിക്കും, 9 മണിക്കൂറായിരിക്കാം. അത് ബോഡിയിലുള്ള മാറ്റങ്ങൾ അനുസരിച്ച് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ സയൻറ്റിഫിക്കലി നമ്മൾ പറയുമ്പോൾ 6 to 7 hours ഉറങ്ങണമെന്ന് നമ്മൾ പറയും. അതൊന്നും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കിടക്കുന്ന സമയമല്ല, ഉറങ്ങുന്ന സമയമാണെന്ന് ഉറപ്പ് വരുത്തുക. അതായത് നിങ്ങൾക്ക് സുഖനിദ്ര കിട്ടുന്ന സമയം. ഓക്കെ, 6ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് കമൻറ്റ്സ് വന്നിരുന്നു, നമുക്ക് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന്. ഹൗ ടു അവോയ്ഡ് ദ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പാസ്റ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് മാക്സിമം നമ്മളുടെ ഡിസ്ട്രാക്ഷൻസ് നമുക്ക് എന്താണ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഞാൻ ഫോൺ എന്ന രീതിയിൽ ഞാൻ മാത്രം പറയുന്നില്ല. അതിപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം. കുറച്ച് നാളത്തിന് നമ്മൾ എന്താണ് എല്ലാം നമ്മൾ മാറ്റി വെക്കണം. ഇതാണ് 6 പോയിന്റ്സ്. ഇനി 7ാമത്തെ പോയിന്റ്സ് ഇതിൻ്റെ എല്ലാം ടോട്ടൽ ചെയ്തൊരു പോയിന്റാണ്, അത് ഞാൻ പറയാം. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡെയിലി ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ 6 കാര്യങ്ങളിൽ 7ാമത്തെ പോയിന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡെയിലി എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെൻറ്റ് നമ്മുടെ ഈ സ്റ്റഡീസിൽ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇപ്പോൾ 6 പോയിന്റ്സിൽ 6 പോയിന്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മെജോറിറ്റി നമ്മുടെ, അതായത് ഏതെങ്കിലും ഒരു പോയിന്റ്സിന് ഡെയിലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കാലം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നതും നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാം ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ 8 to 8 നമുക്കത് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ, നാളെ പഠിക്കേണ്ട കാര്യങ്ങൾ, അതിപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ച മുമ്പ് പ്ലാൻ ചെയ്താൽ ഇറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ് ആണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ പിറ്റേ ദിവസമുള്ള കാര്യങ്ങൾ തലേ ദിവസമെങ്കിലും നമ്മളൊന്ന് പ്ലാൻ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇതിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സസും അതേപോലെ തന്നെ നമ്മൾ ഗൈഡൻസ് ക്ലാസ്സസും നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡെയിലി നമ്മൾ എന്താണ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 7 മണിക്ക് എന്ന രീതിയിൽ ഒരു ദിവസം മുടക്കം വരുത്താൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ആ ഒരു വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നതും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കുറേ ആൾക്കാരിലേക്ക് വീഡിയോ എത്തുമ്പോൾ ഞങ്ങൾക്ക് വളരെ രീതിയിലുള്ള ഒരു പ്രചോദനമാണ് കുറേ നല്ല നല്ല വീഡിയോസ് നമുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടിന്യൂസ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വിൽ സീ യു അഗൈൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.